ഇന്ത്യൻ സൈന്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതവും അത്രത്തോളം തന്നെ വിവാദപരവുമായ ഒരധ്യായമാണ് 1987 തുടക്കമിട്ട ശ്രീലങ്കൻ സമാധാന ദൗത്യം. 80കളുടെ അവസാനം സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളായി ലങ്കയിലെത്തിയ ഇന്ത്യൻ സമാധാന സംരക്ഷണ സേന അഥവാ IPKF വിന്യാസം 3 വർഷങ്ങൾക്ക് ശേഷം 1000-ലധികം സൈനികരുടെ ജീവൻ ബലി നൽകി ഉദ്ദേശ ലക്ഷ്യം കാണാതെ കടുത്ത വിമർശനങ്ങൾ ഏറ്റുവാങ്ങി ജന്മദേശത്തേക്ക് മടങ്ങിയപ്പോൾ അത് ഇന്ത്യൻ വിദേശ നയത്തിനും സൈനിക തന്ത്രങ്ങൾക്കുമേറ്റ ഒരു കനത്ത പ്രഹരമായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ശ്രീലങ്കൻ തമിഴരുടെ രക്ഷകരാകുമെന്ന് വാഗ്ദാനം ചെയ്ത് ഒടുവിൽ അവരാൽ തന്നെ വെറുക്കപ്പെട്ട ഒരു അധിനിവേശ രാജ്യമായി ഇന്ത്യ മുദ്രകുത്തപ്പെട്ടു എന്നത് ഈ ദൗത്യത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തമായി തന്നെ ചരിത്രത്തിൽ അടയാളപ്പെട്ടു. ലങ്കൻ ആഭ്യന്തര യുദ്ധത്തിൻ്റെ സങ്കീർണത മനസ്സിലാക്കുന്നതിൽ ഇന്ത്യക്ക് സംഭവിച്ച രാഷ്ട്രീയപരമായ മണ്ടത്തരങ്ങൾ, സൈനിക തന്ത്രങ്ങളിലെ പാളിച്ചകൾ, രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ദയനീയ പരാജയം എന്നിവയെല്ലാം ഈ പരാജയത്തിന് കാരണമായി. ഇതിനപ്പുറമായിരുന്നു തദ്ദേശീയ ജനതയിൽ നിന്നുള്ള ഒറ്റപ്പെടലും LTT എന്ന പ്രതിഭാസത്തെ വിലയിരുത്തുന്നതിൽ ന്യൂഡൽഹിക്കുണ്ടായ പിഴവുകളും. മേൽപ്പറഞ്ഞ പ്രസ്താവനകളുടെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ശ്രീലങ്കയിലെ ഇന്ത്യൻ ദൗത്യം ഒരു സമ്പൂർണ്ണ പരാജയമായി മാറിയത് എന്നതിനെക്കുറിച്ചാണ് ചാണക്യൻ്റെ പുതിയ വീഡിയോ. ഒപ്പം ഇന്ത്യയുടെ വിയറ്റ്നാം എന്ന് ദേശീയ അന്തർദേശീയ പ്രതിരോധ വിദഗ്ധർ വിശേഷിപ്പിച്ച ഈ സൈനിക ഇടപെടലിൻ്റെ മറ്റു കാര്യങ്ങളും നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം. IPKF അഥവാ ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് ശ്രീലങ്കയിൽ പരാജയപ്പെട്ടതിൻ്റെ മൂലകാരണം അതിൻ്റെ രൂപീകരണത്തിന് കാരണമായ 1987 ഇൻഡോ ലങ്കൻ സമാധാന ഉടമ്പടി തന്നെയായിരുന്നു. പുറമേക്ക് സമാധാനത്തിനുള്ള ഒരു മാർഗരേഖയായി തോന്നുമെങ്കിലും ഈ ഉടമ്പടി യാഥാർത്ഥ്യബോധമില്ലാത്തതും ശ്രീലങ്കൻ രാഷ്ട്രീയത്തിൻ്റെ സങ്കീർണതകളെ പൂർണ്ണമായും ഉൾക്കൊള്ളാത്തതുമായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും ശ്രീലങ്കൻ പ്രസിഡന്റ് JR ജയവർദ്ധനെയും തമ്മിൽ ഒപ്പുവെച്ച ഈ കരാർ സിംഹള തമിഴ് സംഘർഷത്തിലെ ഏറ്റവും പ്രധാന കക്ഷിയായ ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴീഴം എന്ന സംഘടനയുടെ പൂർണ്ണ സമ്മതത്തോടെ അല്ല തയ്യാറാക്കിയത്. ഒന്നാമതായി LTTയെ വിശ്വാസത്തിലെടുക്കുന്നതിൽ ഇന്ത്യ പൂർണ്ണമായും പരാജയപ്പെട്ടു. LTT നേതാവ് വേലുപ്പിള്ള പ്രഭാകരനെ ഡൽഹിയിലേക്ക് കൊണ്ടുവന്ന് സമ്മർദ്ദത്തിലൂടെ ഈ കരാറിന് സമ്മതിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും തമിഴീഴം എന്ന ഏറ്റവും പരമമായ തൻ്റെ ലക്ഷ്യത്തിൽ നിന്നും അണുവിട വ്യതിചലിക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല. താൽക്കാലികമായി ആയുധം താഴെ വെക്കാൻ അന്ന് LTT സമ്മതിച്ചത് അവരുടെ തന്ത്രപരമായ ഒരു നീക്കം മാത്രമായിരുന്നു. ലങ്കൻ സർക്കാരിനെയും ഇന്ത്യൻ സർക്കാരിനെയും ഒരുപോലെ വഞ്ചിക്കാൻ കെൽപ്പുള്ള ഒരു സംഘടനയാണ് LTT എന്ന് തിരിച്ചറിയുന്നതിൽ ഇന്ത്യയിലെ നയതന്ത്രജ്ഞർ പരാജയപ്പെട്ടു. തമിഴ് പുലികൾക്ക് ആയുധം നൽകി അവരെ വളർത്തിയ ഇന്ത്യ തങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അവർ അത് താഴെ വയ്ക്കുമെന്ന് വിശ്വസിച്ചത് ഒരു ചരിത്രപരമായ മണ്ടത്തരമായിരുന്നു. രണ്ടാമതായി ശ്രീലങ്കൻ രാഷ്ട്രീയത്തിലെ ആഭ്യന്തര വൈരുദ്ധ്യങ്ങളെ ഇന്ത്യ വേണ്ടത്ര ഗൗനിച്ചില്ല. പ്രസിഡന്റ് ജയവർദ്ധനെ കരാറിൽ ഒപ്പുവെച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയിലും പ്രതിപക്ഷമായ ശ്രീലങ്ക ഫ്രീഡം പാർട്ടിയിലും സിംഹള ഭൂരിപക്ഷത്തിനിടയിലും കടുത്ത ഇന്ത്യാവിരുദ്ധ വികാരം നിലനിന്നിരുന്നു. ഇന്ത്യൻ സൈന്യത്തിൻ്റെ സാന്നിധ്യം ശ്രീലങ്കയുടെ പരമാധികാരത്തിന്മേലുള്ള ഒരു കടന്നുകയറ്റമായി അവർ കണ്ടു. ഇത് പിന്നീട് അധികാരത്തിൽ വന്ന പ്രസിഡന്റ് രണസിംഗെ പ്രേമദാസ മുതലെടുത്തു. പ്രേമദാസ ഇന്ത്യൻ സൈന്യത്തെ പുറത്താക്കാൻ LTTയുമായി രഹസ്യധാരണയുണ്ടാക്കുകയും പുലികൾക്ക് ആയുധങ്ങളും പണവും യഥേഷ്ടം നൽകി സഹായിക്കുകയും ചെയ്തു. അതായത് ഇന്ത്യൻ സൈന്യം ആർക്കെതിരെയാണോ പോരാടുന്നത് അവരെ ശ്രീലങ്കൻ സർക്കാർ തന്നെ പിന്നിൽ നിന്ന് സഹായിക്കുന്ന വിചിത്രമായ ഒരവസ്ഥ അവിടെ സംജാതമായി. സ്വന്തം സൈനികരുടെ ശവപ്പെട്ടികൾ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്നപ്പോൾ ആ കൊലയാളികൾക്ക് ആയുധം നൽകുന്നത് തങ്ങൾ സഹായിക്കാൻ ചെന്ന രാജ്യത്തെ സർക്കാർ തന്നെയാണെന്ന തിരിച്ചറിവ് ഇന്ത്യൻ സൈന്യത്തിനും രാഷ്ട്രീയ നേതൃത്വത്തിനും വലിയൊരു ആഘാതമായി തന്നെ മാറി. മൂന്നാമതായി ദൗത്യത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെന്നുള്ളത് തീർത്തും അവ്യക്തമായിരുന്നു. ആദ്യം തമിഴ് പുലികളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങി ലങ്കയുടെ വടക്കു കിഴക്കൻ മേഖലകളിൽ സമാധാനം പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു ഇന്ത്യൻ സൈനിക നേതൃത്വത്തിൻ്റെ ഉന്നം. എന്നാൽ LTT സഹകരിക്കാതെ വന്നപ്പോൾ അവരെ ബലമായി നിരായുധരാക്കുക എന്നതിലേക്ക് ഈ ദൗത്യം മാറി. ഇത് IPKFനെ ഒരു സമാധാന സേനയിൽ നിന്ന് യുദ്ധസേനയായിട്ടാണ് മാറ്റിയത്. ഈ മാറ്റം വളരെ പെട്ടെന്നായിരുന്നു. അതോടെ ആർക്കു വേണ്ടിയാണോ തങ്ങൾ വന്നത് അവരുമായി തന്നെ യുദ്ധം ചെയ്യേണ്ടി വരുന്ന ധാർമ്മികവും തന്ത്രപരവുമായ ഒരു പ്രതിസന്ധിയിലേക്ക് ഇന്ത്യൻ സൈന്യം എടുത്തെറിയപ്പെട്ടു. വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യമോ ഒരു എക്സിറ്റ് സ്ട്രാറ്റജിയോ ഇല്ലാതെയാണ് ഇന്ത്യ ഈ ചതുപ്പിലേക്ക് ഇറങ്ങിയത്. ഇത് ദൗത്യത്തിൻ്റെ ഓരോ ഘട്ടത്തിലും സൈന്യത്തിൽ കടുത്ത ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു. രാഷ്ട്രീയപരമായ പിഴവുകൾക്ക് പുറമെ സൈനിക തലത്തിലും IPKF ദൗത്യം ഒരു വൻ പരാജയമായിരുന്നു. ഇന്ത്യൻ സൈന്യം പരമ്പരാഗത യുദ്ധമുറകളിൽ ലോകോത്തര നിലവാരമുള്ളതാണെങ്കിലും ശ്രീലങ്കയിലെ വനങ്ങളിലും നഗരങ്ങളിലും ഒളിപ്പോര് നടത്തുന്ന ഒരു ഗറില്ല സംഘത്തിനെതിരെ പോരാടാൻ അവർ സജ്ജരായിരുന്നില്ല.
ഈ ദൗത്യത്തിലുടനീളം സൈനിക തന്ത്രങ്ങളിലും ആസൂത്രണത്തിലും ഗുരുതരമായ പാളിച്ചകൾ സംഭവിച്ചു. ഏറ്റവും വലിയ പരാജയം രഹസ്യാന്വേഷണ വിഭാഗത്തിനായിരുന്നു. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ LTTയുടെ സൈനിക ശേഷി, അവരുടെ ശൃംഖല, ജനപിന്തുണ, ആയുധബലം എന്നിവയെക്കുറിച്ച് നൽകിയ വിവരങ്ങൾ അങ്ങേയറ്റം തെറ്റായിരുന്നു. LTTയെ ഒരു സാധാരണ തീവ്രവാദ ഗ്രൂപ്പായി അവർ വിലയിരുത്തി. എന്നാൽ സ്വന്തമായി നാവിക വ്യോമ വിഭാഗങ്ങൾ വരെ കെട്ടിപ്പടുക്കാൻ ശ്രമിച്ച, കടുത്ത പരിശീലനം ലഭിച്ച ചാവേറുകളുള്ള ഒരു അർദ്ധ സൈനിക ശക്തിയായിരുന്നു അവർ. ഈ തെറ്റായ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ ഇന്ത്യൻ സൈന്യത്തെ പലപ്പോഴും മരണക്കെണികളിലേക്ക് എത്തിച്ചു. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഓപ്പറേഷൻ പവൻ എന്ന പേരിൽ ജാഫ്നയെ മോചിപ്പിക്കാൻ നടത്തിയ സൈനിക നീക്കം. ഈ ഓപ്പറേഷൻ്റെ ഭാഗമായി ജാഫ്ന യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ ഇന്ത്യൻ പാരാ കമാൻഡോകളെ കാത്തിരുന്നത് LTTയുടെ ശക്തമായ പ്രതിരോധമായിരുന്നു. പുലികൾക്ക് ഈ നീക്കത്തെക്കുറിച്ച് മുൻകൂട്ടി വിവരം ലഭിച്ചിരുന്നു. ഫലമോ, കനത്ത വെടിവെപ്പിൽ ഒറ്റപ്പെട്ടുപോയ ഇന്ത്യൻ സൈനികർക്ക് വലിയ ആൾനാശമുണ്ടായി. ഈ സംഭവം ജാഫ്ന യൂണിവേഴ്സിറ്റി ഹെലിഡ്രോപ്പ് ദുരന്തം എന്ന പേരിൽ അറിയപ്പെട്ടു. ഇത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ മനോവീര്യം കെടുത്തി. രണ്ടാമതായി, ഭൂപ്രദേശത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയായിരുന്നു. ശ്രീലങ്കയിലെ, പ്രത്യേകിച്ച് വടക്കു കിഴക്കൻ പ്രവിശ്യകളിലെ നിബിഡ വനങ്ങളും ചതുപ്പുകളും ഗ്രാമങ്ങളും ഇന്ത്യൻ സൈനികർക്ക് തീർത്തും അപരിചിതമായിരുന്നു. എന്നാൽ LTTക്ക് ഇത് സ്വന്തം തട്ടകമായിരുന്നു. പുലികൾ സ്ഥാപിച്ച മെനുകളും ഒളിപ്പിച്ചു വെച്ച സ്ഫോടക വസ്തുക്കളും പെട്ടെന്നുള്ള ഗറില്ല ആക്രമണങ്ങളും ഇന്ത്യൻ സൈന്യത്തിന് കനത്ത നാശനഷ്ടങ്ങളുണ്ടാക്കി. സാധാരണക്കാരുടെ വേഷത്തിൽ വന്ന് ആക്രമണം നടത്തി ജനക്കൂട്ടത്തിൽ അലിഞ്ഞു ചേരുന്ന പുലികളെ തിരിച്ചറിയാൻ ഇന്ത്യൻ സൈന്യം പ്രയാസപ്പെട്ടു. ടാങ്കുകളും കവചിത വാഹനങ്ങളുമായി പരമ്പരാഗത യുദ്ധത്തിന് തയ്യാറെടുത്തു വന്ന സൈന്യത്തിന് ഈ ഒളിപ്പോരിനെ നേരിടാൻ ആവശ്യമായ പ്രത്യേക പരിശീലനമോ ഉപകരണങ്ങളോ ഉണ്ടായിരുന്നില്ല. തുടക്കത്തിൽ സൈനികരുടെ കൈവശം കൃത്യമായ ഭൂപടങ്ങൾ പോലുമില്ലായിരുന്നു എന്നത് ഈ ആസൂത്രണത്തിലെ പരാജയത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നു. കൂടാതെ ലങ്കയിൽ വിന്യസിക്കപ്പെട്ട സൈനിക നേതൃത്വം ഡൽഹിയിലെ രാഷ്ട്രീയ നേതൃത്വവും തമ്മിലുള്ള ഏകോപനമില്ലായ്മയും പ്രശ്നങ്ങൾ വഷളാക്കി. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കാരണം പലപ്പോഴും സൈന്യത്തിന് തിടുക്കപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു. എപ്പോൾ പിന്മാറണം, എങ്ങനെ പിന്മാറണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാതെ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന നാശനഷ്ടങ്ങൾ സഹിച്ച് സൈന്യം അവിടെ തുടരുകയായിരുന്നു. ഒരു സമാധാന ദൗത്യത്തിൻ്റെ വിജയം നിർണ്ണയിക്കുന്നത് അവിടുത്തെ സാധാരണ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുന്നതിലാണ്. ഈ കാര്യത്തിൽ IPKF ദയനീയമായി പരാജയപ്പെട്ടു. തുടക്കത്തിൽ ശ്രീലങ്കൻ സൈന്യത്തിൻ്റെ അതിക്രമങ്ങളിൽ നിന്ന് തങ്ങളെ രക്ഷിക്കാൻ വന്ന ഒരു സൈന്യമായാണ് ശ്രീലങ്കൻ തമിഴർ IPKFനെ കണ്ടത്. അവർ ഇന്ത്യൻ സൈനികർക്ക് ഹൃദ്യമായ വരവേൽപ്പ് നൽകി. എന്നാൽ IPKF LTTയുമായി യുദ്ധം തുടങ്ങിയതോടെ ഈ ചിത്രം മാറിമറിഞ്ഞു. LTT കേഡർമാർ സാധാരണ ജനങ്ങൾക്കിടയിൽ അഭയം തേടിയപ്പോൾ അവരെ കണ്ടെത്താനായി ഇന്ത്യൻ സൈന്യം നടത്തിയ തിരച്ചിലുകളും റെയ്ഡുകളും കർഫ്യൂകളും ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി. ഈ ഓപ്പറേഷനുകളിൽ പലപ്പോഴും നിരപരാധികൾ ചോദ്യം ചെയ്യപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. ഒരു ഗറില്ല യുദ്ധത്തിൽ തീവ്രവാദിയും സാധാരണക്കാരനും തമ്മിലുള്ള അതിർവരമ്പ് നേർത്തതാണ്. ഈ വ്യത്യാസം മനസ്സിലാക്കുന്നതിൽ ഇന്ത്യൻ സൈന്യം പരാജയപ്പെട്ടപ്പോൾ അവർ ജനങ്ങളിൽ നിന്ന് അകന്നു. രക്ഷകരായി വന്നവർ ശിക്ഷകരായി മാറുന്ന കാഴ്ചയാണ് തമിഴ് ജനത കണ്ടത്. ഇതിനിടയിൽ IPKFനെതിരെ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘന ആരോപണങ്ങൾ ഉയർന്നു. ജാഫ്ന ആശുപത്രിയിൽ നടന്ന വെടിവെപ്പിൽ ഡോക്ടർമാരും നഴ്സുമാരും രോഗികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ട സംഭവം IPKFന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ കളങ്കമുണ്ടാക്കി. അതുപോലെ നിരവധി ബലാത്സംഗ ആരോപണങ്ങളും കൊള്ളയടിക്കൽ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇതിൽ പലതും LTTയുടെ വ്യാജ പ്രചരണങ്ങളായിരുന്നെങ്കിലും ചില സംഭവങ്ങളിൽ കഴമ്പുണ്ടായിരുന്നു. ഈ ആരോപണങ്ങൾ LTT തങ്ങളുടെ പ്രചാരണ ആയുധമാക്കി. ഇന്ത്യൻ സൈന്യത്തെ ഒരു അധിനിവേശ സേനയായും തമിഴ് ജനതയുടെ ശത്രുവായും അവർ ചിത്രീകരിച്ചു. ജനങ്ങളുടെ പിന്തുണ നഷ്ടപ്പെട്ടതോടെ IPKFന്റെ നില പരുങ്ങലിലായി. അവർക്ക് LTTയെക്കുറിച്ച് വിവരങ്ങൾ നൽകുവാൻ ആരുമില്ലാതായി. ഓരോ തമിഴിനെയും സംശയത്തോടെ നോക്കേണ്ട അവസ്ഥ വന്നു. ആർക്കുവേണ്ടിയാണോ തങ്ങൾ രക്തം ചിന്തുന്നത് അവർ തന്നെ തങ്ങളെ വെറുക്കുന്നു എന്ന യാഥാർത്ഥ്യം സൈനികരുടെ മനോവീര്യത്തെ സാരമായി ബാധിച്ചു. ഒരു ജനതയുടെ ഹൃദയവും മനസ്സും കീഴടക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഒരു ഒളിപ്പോർ യുദ്ധത്തിലും വിജയിക്കാനാവില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി IPKFന്റെ ശ്രീലങ്കൻ അനുഭവം മാറി. സംരക്ഷകർ എന്ന നിലയിൽ നിന്ന് അധിനിവേശകർ എന്ന നിലയിലേക്കുള്ള ഈ മാറ്റമായിരുന്നു IPKFന്റെ ഏറ്റവും വലിയ ധാർമ്മിക പരാജയം. IPKFന്റെ പരാജയത്തിൻ്റെ കാതലായ ഒരു കാരണം അവരുടെ പ്രധാന ശത്രുവായ LTTയും അതിൻ്റെ നേതാവായ വേലുപ്പിള്ള പ്രഭാകരനെയും മനസ്സിലാക്കുന്നതിൽ ഇന്ത്യൻ രാഷ്ട്രീയ സൈനിക നേതൃത്വത്തിനുണ്ടായ സമ്പൂർണ്ണ പരാജയമായിരുന്നു. LTTയെ കേവലം മറ്റൊരു സായുധ സംഘമായി ഇന്ത്യ കണ്ടു. എന്നാൽ അതിനുമുപരിയായിരുന്നു. ഒന്നാമതായി LTTയുടെ സംഘടനാപരമായ കെട്ടുറപ്പും ആദർശപരമായ തീവ്രതയും ഇന്ത്യ കുറച്ചു കണ്ടു. അതൊരു സാധാരണ വിഘടനവാദി ഗ്രൂപ്പ് ആയിരുന്നില്ല. സ്വന്തമായി നികുതി വിരിക്കുന്ന,
സ്വന്തം നിയമവ്യവസ്ഥ നടപ്പിലാക്കുന്ന ശക്തമായ അന്താരാഷ്ട്ര ശൃംഖലകളുള്ള ഒരു സമാന്തര ഭരണകൂടമായി അത് വളർന്നിരുന്നു. പ്രഭാകരൻ എന്ന നേതാവിന് കീഴിൽ അണിനിരുന്ന കേഡർമാർ അച്ചടക്കത്തിലും ആത്മസമർപ്പണത്തിലും ഏതൊരു സൈന്യത്തെക്കാളും മുന്നിലായിരുന്നു. തമിഴീഴം എന്ന ലക്ഷ്യത്തിനായി മരിക്കാൻ തയ്യാറായ ഒരു തലമുറയെ അയാൾ വാർത്തെടുത്തിരുന്നു. രണ്ടാമതായി, കരിമ്പുലികൾ എന്ന ചാവേർ സംഘത്തിൻ്റെ മാനസികവും സൈനികവുമായ പ്രഹരശേഷിയെ നേരിടാൻ ഇന്ത്യൻ സൈന്യം സജ്ജമായിരുന്നില്ല. ലോകത്താദ്യമായി ചാവേർ ആക്രമണങ്ങളെ ഒരു യുദ്ധതന്ത്രമായി വ്യാപകമായി ഉപയോഗിച്ചത് LTTE ആണ്. സ്ഫോടക വസ്തുക്കൾ നിറച്ച ട്രക്കുകൾ ഓടിച്ചു കയറ്റിയും ശരീരത്തിൽ ബോംബ് വെച്ച് കെട്ടി പൊട്ടിത്തെറിച്ചും അവർ ഇന്ത്യൻ സൈനിക പോസ്റ്റുകളെയും വാഹനവ്യൂഹങ്ങളെയും ലക്ഷ്യം വെച്ചു. മരണത്തെ ഭയമില്ലാത്ത ഒരു ശത്രുവിനോട് എങ്ങനെ പോരാടുമെന്ന കാര്യത്തിൽ ഇന്ത്യൻ സൈന്യത്തിന് യാതൊരു മുൻപരിചയവും ഉണ്ടായിരുന്നില്ല. ഈ ചാവേർ ആക്രമണങ്ങൾ സൈനികർക്കിടയിൽ കടുത്ത ഭീതിയും മാനസിക സമ്മർദ്ദവും സൃഷ്ടിച്ചു. മൂന്നാമതായി, പ്രഭാകരൻ എന്ന വ്യക്തിയെ മനസ്സിലാക്കുന്നതിലും ഇന്ത്യക്ക് പിഴച്ചു. പ്രഭാകരനെ ഒരു വിലപേശലിലൂടെയോ സമ്മർദ്ദത്തിലൂടെയോ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് രാജീവ് ഗാന്ധി കരുതി. എന്നാൽ പ്രഭാകരൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്ത, തൻ്റെ ലക്ഷ്യത്തിനായി ആരെയും ചതിക്കാനും കൊല്ലാനും മടിക്കാത്ത ഒരു ക്രൂരനായ നേതാവായിരുന്നു. തമിഴരുടെ ഏക പ്രതിനിധി താനാണെന്നും തനിക്ക് കുറുകെ നിൽക്കുന്നവരെല്ലാം ശത്രുക്കളാണെന്നും അയാൾ വിശ്വസിച്ചു. തമിഴ് ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വന്ന IPKF-നെ അയാൾ കണ്ടത് തൻ്റെ അധികാരത്തിനും ഈഴമെന്ന സ്വപ്നത്തിനും തടസ്സമായിട്ടാണ്. മറ്റ് തമിഴ് ഗ്രൂപ്പുകളെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ സഹായത്തോടെ ഇല്ലാതാക്കിയ ശേഷം LTTE ഇന്ത്യൻ സൈന്യത്തിന് നേരെ തിരിഞ്ഞത് ഇതിൻ്റെ വ്യക്തമായ തെളിവാണ്. ഇന്ത്യയുമായി ചർച്ചകൾ നടത്തുമ്പോഴും അവർ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു. ഈ ഇരട്ടത്താപ്പ് മനസ്സിലാക്കാൻ ഇന്ത്യ വൈകിപ്പോയി. ലങ്കയിലേക്കുള്ള ഇന്ത്യൻ ദൗത്യം IPKF ദയനീയമായി പരാജയപ്പെട്ടത് ന്യൂഡൽഹിക്കും കൊളംബോയ്ക്കും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ തന്നെ സൃഷ്ടിച്ചു. ഇത് ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായി നിലനിൽക്കുമ്പോൾ തന്നെ ഭാവിയിലെ വിദേശ സൈനിക നയരൂപീകരണത്തിന് വിലപ്പെട്ട ചില പാഠങ്ങളും നൽകി. ഒന്നാമതായി, ഈ ദൗത്യത്തിൽ വിനിയോഗിക്കപ്പെട്ട മനുഷ്യ വിഭവശേഷിയിലെ നഷ്ടം അതിഭീമമായിരുന്നു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 1200-ലധികം ഇന്ത്യൻ സൈനികർക്ക് ശ്രീലങ്കയിൽ ജീവൻ നഷ്ടപ്പെട്ടു. ആയിരക്കണക്കിന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇതിനു പുറമെ LTTE തീവ്രവാദികൾ, മറ്റ് തമിഴ് ഗ്രൂപ്പുകളിലെ അംഗങ്ങൾ, ശ്രീലങ്കൻ സൈനികർ, സാധാരണ തമിഴ് സിംഹള പൗരന്മാർ എന്നിവരുൾപ്പെടെ 10,000-കണക്കിന് ആളുകൾ ഈ കാലയളവിൽ കൊല്ലപ്പെട്ടു. സമാധാനം സ്ഥാപിക്കാൻ പോയ ഒരു ദൗത്യം ആഭ്യന്തര യുദ്ധത്തെ കൂടുതൽ വിപുലവും രക്തരൂക്ഷിതവുമാക്കി എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. രണ്ടാമതായി, ഇന്ത്യയുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടം തട്ടി. ഒരു പ്രാദേശിക ശക്തി എന്ന നിലയിൽ അയൽ രാജ്യത്തെ പ്രശ്നം പരിഹരിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമം പരാജയപ്പെട്ടത് ന്യൂഡൽഹിയുടെ സൈനിക നയതന്ത്ര ശേഷിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തി. മറ്റൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ സൈനികമായി ഇടപെടുന്നതിൻ്റെ അപകടങ്ങൾ ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ ഈ അനുഭവം തുറന്നുകാട്ടി. മൂന്നാമത്തെയും ഏറ്റവും ഭീകരവുമായ പ്രത്യാഘാതം മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ കൊലപാതകമായിരുന്നു. IPKF-നെ ശ്രീലങ്കയിലേക്ക് അയച്ചതിലുള്ള പ്രതികാരമായി 1991 LTTE ചാവേർ ബോംബ് സ്ഫോടനത്തിലൂടെ രാജീവ് ഗാന്ധിയെ വധിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു വിദേശ തീവ്രവാദ സംഘടന ഒരു മുൻ ഭരണാധികാരിയെ രാജ്യത്തിനകത്തു വന്ന് വധിക്കുന്നത് ആദ്യത്തെ സംഭവമായിരുന്നു. ശ്രീലങ്കൻ ദൗത്യം ഇന്ത്യക്ക് നൽകിയ ഏറ്റവും വലിയ മുറിവായിരുന്നു ഇത്. എന്നാൽ ഈ കനത്ത പരാജയത്തിൽ നിന്ന് ഇന്ത്യ ചില സുപ്രധാന പാഠങ്ങൾ പഠിച്ചു. ഒരു രാജ്യത്തും അവിടുത്തെ എല്ലാ വിഭാഗങ്ങളുടെയും പൂർണ്ണ സമ്മതമില്ലാതെ സമാധാന ദൗത്യത്തിന് സൈന്യത്തെ അയക്കരുത് എന്നതായിരുന്നു ഇതിലേറ്റവും ആദ്യത്തെ പാഠം. രണ്ടാമതായി, വ്യക്തമായ ലക്ഷ്യങ്ങളോ പിന്മാറ്റത്തിനുള്ള തന്ത്രമോ ഇല്ലാതെ ഒരിടത്തും സൈനികമായി ഇടപെടരുത് എന്നായിരുന്നു. ഗറില്ല യുദ്ധമുറകളെയും പ്രാദേശിക സാഹചര്യങ്ങളെയും കുറിച്ച് കൃത്യമായ ധാരണയും പരിശീലനവുമില്ലാതെ ഒരു കാരണവശാലും ഇത്തരം മേഖലകളിൽ സൈന്യത്തെ വിന്യസിക്കരുത് എന്നുള്ളതായിരുന്നു മൂന്നാമത്തെ തിരിച്ചറിവ്. അവസാനമായി, തങ്ങൾക്ക് ലഭ്യമാകുന്ന രഹസ്യാന്വേഷണ വിവരങ്ങളുടെ കൃത്യത ഉറപ്പാക്കേണ്ടതിൻ്റെ പ്രാധാന്യവും ഇതിലൂടെ രാജ്യം മനസ്സിലാക്കി. ഈ പാഠങ്ങൾ ഉൾക്കൊണ്ടതുകൊണ്ടാണ് പിന്നീട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സമാധാന ദൗത്യങ്ങൾക്ക് സൈന്യത്തെ അയച്ചപ്പോൾ ഇന്ത്യ കൂടുതൽ ജാഗ്രത പുലർത്തിയത്. ശ്രീലങ്കൻ അനുഭവം ഇന്ത്യൻ വിദേശ നയത്തിൽ അയൽപ്പക്കത്ത് സൈനിക ഇടപെടൽ എന്ന ആശയത്തോട് ഒരു ദീർഘദൂര വിമുഖത സൃഷ്ടിച്ചു. ഇന്ത്യൻ സമാധാന സംരക്ഷണ സേനയുടെ ശ്രീലങ്കൻ ദൗത്യമായ IPKF മിഷൻ തുടക്കത്തിൽ അതിൻ്റെ നല്ല ഉദ്ദേശശുദ്ധി കൊണ്ട് ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ച ഒന്നായിരുന്നു. എന്നാൽ പിന്നീട് ഈ സംരംഭം രാഷ്ട്രീയ ദീർഘവീക്ഷണമില്ലായ്മയും സൈനികമായ തയ്യാറെടുപ്പില്ലായ്മയും കൊണ്ട്
ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഒരു ദുരന്തമായി മാറി. തെറ്റായി രൂപകൽപ്പന ചെയ്ത ഒരു സമാധാന ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ ശത്രുവിനെ പൂർണ്ണമായും മനസ്സിലാക്കാതെ, അവിടുത്തെ ജനങ്ങളുടെ വിശ്വാസം നേടാതെ അപരിചിതമായ ഒരു ഭൂപ്രദേശത്ത് യുദ്ധം ചെയ്യേണ്ടി വന്ന ഇന്ത്യൻ സൈന്യം അക്ഷരാർത്ഥത്തിൽ ഒരു കെണിയിലകപ്പെട്ട സാഹചര്യമായിരുന്നു അവിടെ സൃഷ്ടിക്കപ്പെട്ടത്. രക്ഷകരായി ചെന്ന് അധിനിവേശകരായി മുദ്ര കുത്തപ്പെട്ട് 1000-ലധികം ധീരജവാന്മാരുടെ ജീവനും ബലി നൽകി ഒടുവിൽ LTTE എന്നത്തെക്കാളും ശക്തരാക്കി ഇന്ത്യക്ക് ശ്രീലങ്കൻ മണ്ണിൽ നിന്നും നാണം കെട്ട് പിന്മാറേണ്ടി വന്നു. ചുരുക്കത്തിൽ തങ്ങളുടെ ശത്രുവിൻ്റെ പ്രത്യയശാസ്ത്രം, അവരുടെ യുദ്ധതന്ത്രങ്ങൾ, അവരുടെ നേതൃത്വത്തിൻ്റെ മനഃശാസ്ത്രം എന്നിവയെക്കുറിച്ച് പഠിക്കാതെയാണ് ഇന്ത്യൻ സൈന്യം ഒരു യുദ്ധത്തിലേക്ക് പ്രവേശിച്ചത്. ഈ അജ്ഞതയ്ക്ക് അവർ നൽകേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. ഈ ദൗത്യം ഇന്ത്യൻ സൈന്യത്തിൻ്റെ ചരിത്രത്തിലെ ഒരു മായാത്ത മുറിപ്പാടായി, ഭാവി തലമുറകൾക്ക് ഒരു പാഠമായി ഇന്ന് നിലകൊള്ളുന്നു. ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര സംഘർഷങ്ങളിൽ പുറത്തുനിന്നുള്ള ഇടപെടലുകൾ എത്രമാത്രം അപകടകരവും പ്രവചനാതീതവുമാകാമെന്നതിൻ്റെ വേദനാജനകമായ ഓർമ്മപ്പെടുത്തലാണ് ശ്രീലങ്കയിലെ IPKFൻ്റെ പരാജയകഥ. ജയ് ഹിന്ദ്. ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യ. നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക.